ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് വളരെ ചുരുക്കം പേരല്ലേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി ഇട്ട് ചിക്കിയതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ദേ വന്ന് വീഴുന്ന ബീട്രൂട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ വിചാരിച്ച് ഇന്നൊരു ബീട്രൂട്ട് തോരനായി കളയാൻ രാവിലെ ചോറിനെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തെ ചോറ് പൊതിയിൽ നിന്ന് ബീട്രൂട്ട് തോരനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയാൽ എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് കണ്ടേച്ച് അഭിപ്രായം പറയണേ, നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മുടെ ബീട്രൂട്ട് ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് കേട്ടോ. അത് ഇങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദേ അതിൻ്റെ തോലൊക്കെ ചെത്തി ചീകി കളയണം കേട്ടോ. എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണേ കൂട്ടുകാരെ. അപ്പോൾ അതേ അത് കുനുകുനുകുനുകുന് ആ അരിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ തോരൻ വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചോപ്പറിലൊന്നും ഇടാൻ തോന്നത്തില്ല. കാരണം പണ്ട് മുതലേ നമ്മളിങ്ങനെ ശീലിച്ചതായോട്ടെ കൈ വെച്ച് കയ്യറ പോലും ഇടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മടിയെന്നുള്ളത് പണ്ട് മുതലേ നമ്മളിങ്ങനെ കയ്യറ പോലും ഇടാതെ ശീലിച്ചത് കൊണ്ടങ്ങ് ഇങ്ങനെ വെച്ച് അരിയാന്നുള്ളത് എൻ്റെ ഒരു ശീലമായി പോയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാണുന്നവർക്ക് ഇത് പേടിയായിട്ട് തോന്നും, കൈ മുറിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കതങ്ങ് അപ്പോൾ ഏതായാലും നമ്മുടെ ബീട്രൂട്ടിനെ ഇന്നൊരു പരുവാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദേ കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുട്ടക്കുട്ടനും ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. അതിലേക്ക് മുട്ട ചിക്കി വേണം നമുക്കിന്ന് തോരൻ വെക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അതായത് നമ്മുടെ തോരനൊക്കെ ഇത് അങ്ങോട്ട് അരിഞ്ഞ് കഴിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തേങ്ങയും കൂടെ തിരുമിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടാതെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട്, ജീരകം ഇഷ്ടമല്ലാത്തവർ ഇടണ്ട കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, നന്നായിട്ട് അരയ്ക്കേണ്ട. അപ്പോൾ അത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായി അരിഞ്ഞതാണ്. ഇതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവാള എടുത്ത്. കൂടത്തെ 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 3-4 തണ്ട് കറിവേപ്പില ഇട്ട് 1/4 സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ കുരുമുളക് പൊടി ഇഷ്ടമല്ലാത്തവരെ സംബന്ധിച്ച് 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ കടുകുമണിക്കുട്ടനെ അങ്ങോട്ടിട്ട് കിടകിടകിടാ പൊട്ടുന്ന ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല അല്ലേ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം. അപ്പോൾ അതേ നമ്മുടെ കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് 2 വറ്റൽമുളക് ചന്നം ചിഹ്നം അങ്ങോട്ട് വെട്ടിമുറിച്ചിട്ടതാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മളിവിടെ അരപ്പും ബീട്രൂട്ടും എല്ലാം റെഡിയാക്കി വെച്ചേക്കാണല്ലോ, അതെല്ലാം കൂടെ ദേ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1-2 സ്പൂൺ വെള്ളമയം കിട്ടാൻ വേണ്ടി വെള്ളവും കൂടെ 1-2 സ്പൂൺ വെള്ളവും കൂടെ ജസ്റ്റ് ഒന്ന് ആ പാത്രം ഒന്ന് കറക്കിയെടുത്തതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് നമ്മളെ വെള്ളമയം ഇല്ലാതിരുന്നാൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് 2 സ്പൂൺ വെള്ളം എടുത്തിട്ട് ആ പാത്രം തന്നെ കഴുകി അതിനകത്തേക്ക് ഒഴിച്ചത്. അതിനുശേഷം അടച്ചു വെച്ചൊരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ, എന്നാലേ പെട്ടെന്ന് നന്നായിട്ട് വേവുള്ള അതിൻ്റെ പച്ചമണമൊക്കെ മാറത്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ വെള്ളമയമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മൂടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ മധ്യഭാഗത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഒരാളിവിടെ റെഡി ആയിരിക്കുകയാണ്. മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമല്ലാത്തവരെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ മുട്ടയൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ. ചിക്കിയതിന് ശേഷം ബീട്രൂട്ടുമായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ബീട്രൂട്ട് ഇത് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ചിലരൊന്നും ബീട്രൂട്ട് തോരൻ വയ്ക്കും, മുട്ട ചേർക്കത്തില്ല. മുട്ട ചേർക്കാതെ നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നന്നായിട്ട് മുട്ട ബീട്രൂട്ടിലേക്ക് ചിക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് മൂടി വെച്ച് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. കാരണം മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി ഇതുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ നമുക്ക് ഒരു മുട്ടയുടെ ഒരു ചെവിയൊന്നും വരത്തില്ല അതിനകത്ത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചോറ് പൊതിക്കകത്തും ഒക്കെ വെച്ച് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് പൊതി തുറക്കുമ്പോൾ അടിപൊളി മണവും ടേസ്റ്റും ഒക്കെയാണ്. ഇത് കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ കൂട്ടുകാരൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.